Once again, welcome to Rijuan PSK Tele classes. In my last class, I discussed about river crossing problems, then rain, wind problem, etc. ഇനി നമ്മൾ ആ സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് ഒന്നും കൂടെ സ്ട്രോങ് ആക്കാൻ കുറച്ച് അഡീഷണൽ പ്രോബ്ലംസും കൂടെ ചെയ്തു തരാം. മെയിൻലി ഒരു എൻട്രൻസ് ടച്ച് ഉണ്ട്, പക്ഷേ എൻട്രൻസ് ടച്ച് ഉണ്ടെങ്കിലും പല ക്വസ്റ്റിനും NCERT ബുക്കിൽ നിന്ന് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ NCERT ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് എൻട്രൻസ് ക്വസ്റ്റിനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കൂ. എക്സാമ്പിൾ നമ്പർ 1. ആക്ച്വലി ഇറ്റ് ഈസ് എക്സാമ്പിൾ 4.3 in NCERT ബുക്ക്. A motor boat is racing. പേജ് നമ്പർ ഞാൻ പറഞ്ഞു തരാം. ഇറ്റ് ഈസ് പേജ് നമ്പർ 72. പേജ് നമ്പർ 72 കേട്ടോ. A motor boat is racing towards north at a speed 25 km/h and water current is in that region is 10 km/h in the direction of 60 degree east of south. Find the resultant velocity of boat. ആദ്യം നമുക്ക് ആ ഫിഗർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. നോക്കൂ. മോട്ടോർ ബോട്ട് ഈസ് റേസിംഗ് ടുവേഡ്സ് നോർത്ത്. അപ്പോൾ നമുക്കിത് നോർത്താണെന്ന് വിചാരിക്കാം കേട്ടോ. NEWS. മോട്ടോർ ബോട്ട് ഈസ് റേസിംഗ് ടുവേഡ്സ് നോർത്ത്. അപ്പോൾ മോട്ടോർ ബോട്ട് എവിടേക്കാണ് പോകുന്നത്? നോർത്തിലോട്ട്. സോ ദിസ് ഈസ് വെലോസിറ്റി ഓഫ് ബോട്ട്. Given its value is 25. VB is equal to 25. And the water current in that region is 10 km/h in the direction 60 degree east of south. 60 degree east of south. എത്രയാ വാല്യൂ? 10 60 degree east of south. വെലോസിറ്റി ഓഫ് വാട്ടർ കറണ്ട് NCERT ബുക്കിൽ അതിന് VC എന്ന് കൊടുത്തിട്ടുണ്ട്. VC 60 degree east of south. 60 degree east of south അല്ലേ? 60 degree തന്നിട്ടുണ്ട്. ഈസ്റ്റ് ഓഫ് സൗത്ത്. ഇപ്പോൾ VC ഈക്വൽ ടു 10 km/h ആണ്. രണ്ടും km/h ആയതുകൊണ്ട് നോ പ്രോബ്ലം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ സൈഡ് ഇതാ, ഈ സൈഡ് ഇതാ. പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് വരയ്ക്കണം? നിങ്ങൾ അതിന് ഡയഗണൽ വരച്ചു. ഇതാണ് VR. VR എന്ന് പറയുമ്പോൾ റിസൾട്ടൻ്റ് വെലോസിറ്റി. ഇപ്പോൾ VR റിസൾട്ടൻ്റ് വെലോസിറ്റിയുടെ വാല്യൂ അറിയുമോ നമുക്ക്? ഇല്ല, കണ്ടുപിടിക്കണം. പക്ഷെ ഒരു കാര്യം അറിയാം, ഈ ടോട്ടൽ ആംഗിൾ എത്രയാ? ആംഗിൾ ബിറ്റ്വീൻ VC ആൻഡ് VB ഈസ് ആംഗിൾ ബിറ്റ്വീൻ ആരൊക്കെ? VB ആൻഡ് VC ഈസ് എത്രയാണ് തന്നിരിക്കുന്നത്? ഈ ആംഗിൾ എത്രയാണ്? ടോട്ടൽ 120 അല്ലേ വരും. അതായത് 60 ഡിഗ്രി പോയാൽ ബാക്കി എത്ര വരും നിങ്ങൾക്ക്? 180 - 60 120 ഡിഗ്രി. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് റിസൾട്ടൻ്റ് കിട്ടാൻ എന്താ ചെയ്യുക? വെക്റ്റർ VR ഈസ് ഈക്വൽ ടു നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വെക്റ്റർ VB പ്ലസ് വെക്റ്റർ VC വെക്റ്റർ സം എടുക്കണം. മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. VR ഈക്വൽ ടു റൂട്ട് ഓഫ് എന്തായിരുന്നു? കമോൺ നിങ്ങൾ പറയൂ. VB സ്ക്വയർ പ്ലസ് VC സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു VB ഇൻറ്റു VC ഇൻറ്റു cos theta. Or resultant velocity VR equal to root of VB square 25 square plus VC square 10 square plus 2 into VB again 25 into 10 into cos theta. cos 120 ആണ് അല്ലേ? cos 120 ഡിഗ്രി ഈക്വൽ ടു നിങ്ങൾ പഠിച്ചിട്ടുണ്ട് -1/2. ട്രിഗണോമെട്രി പഠിച്ചിട്ടുണ്ട്. -1/2. ഓക്കെ, അപ്പോൾ 2 കട്ടായി. അപ്പോൾ VR ഈക്വൽ ടു റൂട്ട് ഓഫ് 625 25ൻ്റെ സ്ക്വയർ പ്ലസ്
10 square 100 minus 25 into 10 250 കേട്ടോ. ഇപ്പോൾ 625 മൈനസ് 350 അത് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്കത് 22 km/h എന്ന് വരും. ഇപ്പോൾ റിസൾട്ടൻ്റ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. അതിൽ തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. cos 120 മൈനസ് 1/2 ആണ്. അങ്ങനെ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 22 km/h. അപ്പോൾ നോക്കൂ, ഇവിടേക്കാണ് ആര് പോകുന്നത്? ബോട്ട്. റിവർ ഇങ്ങനെയാണ് ഒഴുകുന്നത്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് വെലോസിറ്റി ഈ ഡയറക്ഷനിലായിരിക്കും. റിസൾട്ടൻ്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ എത്ര കിട്ടിയത്? 22. അപ്പോൾ ബോട്ട് ആക്ച്വലി പോയത് ഇവിടേക്കാണ്. പക്ഷേ റിവർ ഇങ്ങോട്ട് ഒഴുകുന്നത് കാരണം റിസൾട്ടൻ്റ് വെലോസിറ്റി ഇങ്ങോട്ടായി. ഗോട്ട് ദ പോയിന്റ്? ദെൻ നമുക്കിനി ഡയറക്ഷനും കൂടെ പറയണം. ഇത് NCERT ബുക്ക് നോക്കി എഴുതിയെടുക്കുക കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ അടുത്ത പോയിന്റിലോട്ട് പോകണം. നോക്കൂ, ആംഗിൾ ഡയറക്ഷൻ പറയണം. നമുക്കൊരു കാര്യം ചെയ്യാം. ഏതെങ്കിലും ഒരു ആംഗിൾ മാർക്ക് ചെയ്യാം. നമുക്ക് ഈ ആംഗിൾ ഞാൻ 5 എന്ന് മാർക്ക് ചെയ്യുന്നു. 5 ഏത് ആംഗിൾ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഒരു ആംഗിൾ ഞാൻ മാർക്ക് ചെയ്തു 5. NCERT ബുക്കിൽ അത് 5 എന്ന് ചൂസ് ചെയ്തതുകൊണ്ട് ഞാനും 5 എന്ന് ചൂസ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ലോ ഓഫ് കൊസൈൻ നിങ്ങൾക്ക് ഓർമ്മയില്ല? ലോ ഓഫ് കൊസൈൻ അല്ല, ലോ ഓഫ് സൈൻ ആണ് വേണ്ടത്. എന്താ ലോ ഓഫ് സൈൻ? വി ആർ ബൈ അതായത് ഈ വെലോസിറ്റി ബൈ, അപ്പോൾ എടുക്കേണ്ടത് ആരൊക്കെ തമ്മിലുള്ള ആംഗിളാണ്? വി സിയും വി ബിയും തമ്മിലുള്ള ആംഗിൾ സൈൻ 120 ഡിഗ്രി ഈക്വൽ ടു വി ആർ ബൈ സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദ അതർ ടു. നോക്കൂ, ഇതും തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രി അല്ലേ? അതുകൊണ്ടാണ് വി ആർ ബൈ ഇവർ തമ്മിലുള്ള ആംഗിൾ സൈൻ 120 ഈക്വൽ ടു. ഇനി നമുക്ക് വി ബി എടുക്കാം അല്ലേ? വി ബി വേണോ വി സി വേണോ? വി സി എടുക്കാം, എന്തായാലും കുഴപ്പമില്ല. വി സി ഡിവൈഡർ ബൈ വി സി എന്ന് പറയുമ്പോൾ ഇതല്ലേ? വി സി എടുക്കുമ്പോൾ ആരൊക്കെ തമ്മിലുള്ള ആംഗിൾ എടുക്കണം? വി സി ബൈ ദ റിമൈനിങ് 2 അവർ തമ്മിലുള്ള ആംഗിൾ ഓഫ് 5. അപ്പോൾ വി സി ബൈ സൈൻ 5 എന്ന് വരും. ഇതാണ് ലോ ഓഫ് സൈൻ. വി ആർ ബൈ സൈൻ 120 ഈസ് ഈക്വൽ ടു വി സി ബൈ സൈൻ 5. അപ്പോൾ നമുക്ക് സൈൻ 5 കാണണം. സൈൻ 5 ഈക്വൽ ടു വി സി ഇൻറ്റു സൈൻ 120 ബൈ നമ്മൾ എന്താ കാണുന്നത്? 5 അല്ലേ? സൈൻ 5 ബൈ വി ആർ. ഓക്കെ, സോ സൈൻ 5 ഈസ് ഈക്വൽ ടു വി സിയുടെ വാല്യൂ വി സി എന്ന് പറയുമ്പോൾ റിവർ ഫ്ലോ അല്ലേ 10 ഇൻറ്റു സൈൻ 120 എന്ന് പറയുമ്പോൾ സൈൻ 90 + 30 എന്ന് എഴുതാം. സൈൻ 90 + 30 ആരാ? കോസ് 30 അല്ലേ? കോസ് 30യുടെ വാല്യൂ എത്രയാ? കോസ് 30 √3/2 ബൈ വി ആർ നമ്മൾ കണ്ടുപിടിച്ചു 22. അപ്പം നമുക്ക് സൈൻ 5യുടെ വാല്യൂ കിട്ടും. സൈൻ 5 ഈസ് ഈക്വൽ NCERT ബുക്കിൽ നോക്കൂ, സൈൻ 5യുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 23 പോയിൻറ്റ് സംതിങ് എന്ന് കിട്ടും. ഈ വാല്യൂ നമുക്ക് 0.397 ആണ്. അപ്പോൾ നിങ്ങൾ 5 ഈസ് ഈക്വൽ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. സൈൻ ഇൻവേഴ്സ് 0.397. കാൽക്കുലേറ്ററോ ലോഗരിതം ടേബിളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാല്യൂ കണ്ടുപിടിക്കാം. പക്ഷേ സ്കൂൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളത് എഴുതേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ അങ്ങനെ എഴുതി വെച്ചാൽ മതി. 5 ഈസ് ഈക്വൽ സൈൻ ഇൻവേഴ്സ് 0.397 കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടൻറ്റ് വെലോസിറ്റി? ദ റിസൾട്ടൻറ്റ് വെലോസിറ്റി ഈസ് അലോങ് by making an angle sin inverse 0.397 with y-axis എന്നോ അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ബോട്ട് എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടുവേർഡ്സ് നോർത്ത് എന്നോ പറയാം കേട്ടോ. ഈ ആംഗിളാണ് നമ്മൾ കണ്ടുപിടിച്ചത്. നമുക്ക് ഈ ആംഗിളിന് പകരം വേറെ ഏതെങ്കിലും ആംഗിൾ കാണാം കേട്ടോ. ക്ലിയർ ആണല്ലോ അത്? അപ്പോൾ ഈ പ്രോബ്ലത്തിൽ റിസൾട്ടൻറ്റ് വെലോസിറ്റിയും കാണണം, ഒപ്പം നിങ്ങൾ ഡയറക്ഷനും പറയണം. ഡയറക്ഷൻ നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വെക്ടറുമായിട്ട് റിസൾട്ടൻറ്റ് വെലോസിറ്റി ഉണ്ടാക്കുന്ന ആംഗിളാണ് മെൻഷൻ ചെയ്യേണ്ടത്. ബാക്കി നിങ്ങൾ NCERT ബുക്ക് വായിക്കും കേട്ടോ. റിവർ ക്രോസിങ്ങിൽ ഷോർട്ടസ്റ്റ് ടൈമുമായി കണക്ഷനുള്ളൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. നോക്കൂ, എ റിവർ ഈസ് ഫ്ലോയിങ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം, റിവർ ഈസ് ഫ്ലോയിങ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലോട്ടാണ് റിവർ ഫ്ലോ ചെയ്യുന്നത്. എ മാൻ ഓൺ ദ സൗത്ത് ബാങ്ക്, അപ്പോൾ ഇത് സൗത്ത് എന്നും ഇത് നോർത്ത് എന്നും വിചാരിക്കാം. എ മാൻ ഓൺ ദ സൗത്ത് ബാങ്ക് ഓഫ് ദ റിവർ capable of swimming at 10 meters per minute in still water wants to swim across the river in shortest time. He should swim in a direction shortest time അല്ലേ? അപ്പോൾ ഈ സൗത്ത് ബാങ്കിൽ നിൽക്കുന്ന ഒരാൾക്ക്
എവിടെ എത്തണം? അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ എത്തണം. ഷോർട്ടസ്റ്റ് ടൈം എന്നല്ലേ പറഞ്ഞത്? ഷോർട്ടസ്റ്റ് ടൈമിലാണെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു, ഇയാൾ നീന്തുന്ന ഇവിടേക്ക് ആണെങ്കിൽ ഇയാൾ എത്തുന്ന ഇവിടെ ആയിരിക്കും. എയിൽ നിന്നും ബി എയിം ചെയ്താണ് അയാൾ നീന്തുന്നതെങ്കിലും അയാൾ സിയിൽ വന്ന് ചേരും. ഇതാണ് വെലോസിറ്റി ഓഫ് മാൻ, ഇതാണ് വെലോസിറ്റി ഓഫ് റിവർ, ഇതാണ് റിസൾട്ടൻ്റ് വെലോസിറ്റി. വി റിസൾട്ടൻ്റ് എന്താ ക്വസ്റ്റ്യൻ? ടു ക്രോസ് ദ റിവർ ഇൻ ഷോർട്ടസ്റ്റ് ടൈം ഹി ഷുഡ് സ്വിം ഇൻ എ ഡയറക്ഷൻ. അയാൾ എവിടേക്കാണ് നീന്തേണ്ടത്? ഡ്യൂ നോർത്ത്. അത്രയേ ഉള്ളൂ കാര്യം. അതായത് ടു ക്രോസ് ദ റിവർ ഇൻ മിനിമം ടൈം ഹി ഷുഡ് സ്വിം പെർപെൻഡിക്കുലർ ടു റിവർ ഫ്ലോ. പെർപെൻഡിക്കുലർ ടു റിവർ ഫ്ലോ എന്ന് പറയാം. ഇപ്പം അയാൾ സൗത്ത് ബാങ്കിലാണ് നിൽക്കുന്നതെങ്കിൽ അയാൾ എവിടേക്ക് നീന്തണം? നോർത്തിലോട്ട് നീന്തണം. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇത് നമുക്ക് അറിയുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ മാത്തമാറ്റിക്സ് ഒരു ജനറൽ ഇക്വേഷൻ എഴുതി ആ ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് ഇവിടുത്തെ മിനിമം ടൈമിൻ്റെ കണ്ടീഷൻ എഴുതിയാൽ നമുക്ക് കിട്ടും അയാൾ പെർപെൻഡിക്കുലറായി നീന്തണമെന്ന്. അപ്പോൾ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളൂ. ടു ക്രോസ് ദ റിവർ ഇൻ മിനിമം ടൈം ഹി ഷുഡ് സ്വിം പെർപെൻഡിക്കുലർ ടു റിവർ ഫ്ലോ. യെസ്, സെയിം കൺസെപ്റ്റ് അഗെയിൻ. എ മാൻ സ്വിംസ് ഇൻ സ്റ്റിൽ വാട്ടർ അറ്റ് 4 meter per second. Then a stream of width 120 meter, 3 meter per second flows 3 meter per second. Shortest time in which man can swim across it. അപ്പോൾ നമുക്ക് ഇതാണ് റിവർ എന്ന് വിചാരിച്ചോളൂ. വിഡ്ത്ത് ഓഫ് ദ റിവർ ഈസ് 120. ഈ ലെങ്ത് 120 മീറ്റർ ആണ്. ദ ഷോർട്ടസ്റ്റ് ടൈം, വീണ്ടും വരുന്നു ഷോർട്ടസ്റ്റ് ടൈമിൽ റിവർ ക്രോസ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താ? ഹി ഷുഡ് സ്വിം പെർപെൻഡിക്കുലർ ടു റിവർ ഫ്ലോ. അപ്പോൾ ഒരു പക്ഷേ ഇതായിരിക്കാം എന്താ റിസൾട്ടൻ്റ് വെലോസിറ്റി. അപ്പോൾ എ ബി സി ഇതാണ് റിസൾട്ട്. ഈ ആംഗിൾ തീറ്റാന്ന് എടുക്കാം. റിസൾട്ടൻ്റ് വി റിസൾട്ടൻ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ടൈം ഫോർ ക്രോസിംഗ് ഈസ് ഈക്വൽ ടു എ സി ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വി റിസൾട്ടൻ്റ്. പക്ഷേ അതിൽ എളുപ്പമുള്ള വഴി എന്ന് പറയുമ്പോൾ ടി ഈസ് ഈക്വൽ ടു എ സി കോസ് തീറ്റ ബൈ വി റിസൾട്ടൻ്റ് ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടി ഈസ് ഈക്വൽ ടു എ സി കോസ് തീറ്റ എന്ന് പറയുമ്പോൾ ആരാ നോക്കൂ, ഇതല്ലേ വിഡ്ത്ത് ബൈ ആ ഡയറക്ഷനിലെ വെലോസിറ്റി ആരാ? വെലോസിറ്റി ഓഫ് മാൻ. അപ്പോൾ വളരെ സിമ്പിളായില്ലേ? വിഡ്ത്ത് ഓഫ് ദ റിവർ തന്നിട്ടുണ്ട് 120 ബൈ വെലോസിറ്റി ഓഫ് മാൻ. എത്രയാണ് വെലോസിറ്റി ഓഫ് മാൻ? മാൻ സ്വിംസ് ഇൻ സ്റ്റിൽ വാട്ടർ അറ്റ് 4. 120 by 4. Your answer is 30 seconds. Okay. കഴിഞ്ഞ ക്വസ്റ്റിനെ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റിനും കൂടെ. ഇൻ ദ പ്രോബ്ലം നമ്പർ ലാസ്റ്റ് വൺ, ദ ഡിസ്റ്റൻസ് ഫ്രം ദ വെർട്ടിക്കലി ഓപ്പോസിറ്റ് പോയിന്റ് വേർ ഹി റീച്ചസ് ഈസ്. Distance from vertically opposite point where he reaches is. Okay. Distance from vertically opposite point to where he reaches is. അപ്പം നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് വീണ്ടും ഒന്നും കൂടെ വരാം. നോക്കൂ നിങ്ങൾ. ഇതാണ് റിവർ. എയിൽ നിന്ന് ബി എയിം ചെയ്തു, പക്ഷേ അയാൾ പോയി കയറിയത് വേറൊരു പോയിന്റിലാണ്. ഇതാണ് വെലോസിറ്റി ഓഫ് മാൻ, ഇത് വെലോസിറ്റി ഓഫ് റിവർ, ഇത് റിസൾട്ടൻ്റ് വെലോസിറ്റി. ഇപ്പം എന്താ കാണേണ്ടത് നിങ്ങൾക്ക്? ഇവിടെ നിന്ന് ഇവിടേക്ക് എത്താൻ വേണ്ട ടൈം നമ്മൾ കണ്ടുപിടിച്ചു. ഇറ്റ് ഈസ് 30 seconds. ഇനി എന്താ ക്വസ്റ്റ്യൻ? ആ സമയം കൊണ്ട് അയാൾ അതായത് ദൂരം അല്ലെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് പോയിന്റിൽ നിന്ന് അവിടേക്കുള്ള ദൂരം വേർ ഹി റീച്ചസ്. ഇയാൾ എത്തിയത് സിയിലാണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് പോയിന്റ് ബി ആണ്. ഇപ്പോൾ ഈ ഡിസ്റ്റൻസാണ് കാണാൻ പറഞ്ഞത്. ആ ഡിസ്റ്റൻസ് നമുക്ക് എക്സ് എടുക്കാം. ഇപ്പോൾ എക്സ് എങ്ങനെ കാണും? എക്സ് ഈസ് ഈക്വൽ ടു ആ ഡയറക്ഷനിലെ വെലോസിറ്റി ആരാ? വെലോസിറ്റി ഓഫ് റിവർ ഇൻറ്റു ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ആക്സലറേഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ വെലോസിറ്റി ഓഫ് റിവർ എത്രയാണ്? വെലോസിറ്റി ഓഫ് റിവർ 3 ഇൻറ്റു ടൈം എത്രയാ? 30 seconds നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 90 meter. ഓക്കെ,
അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്ര കിട്ടും? 90 മീറ്റർ. അതായത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് പോയിന്റ് ബി, അവിടെ നിന്ന് എത്ര അകലെ അയാൾ ചെന്ന് കയറും എന്നാണ് ക്വസ്റ്റ്യൻ. 90 മീറ്റർ അകലെ പോയി കയറും. നമുക്ക് നോക്കാം നമ്മുടെ ആൻസർ അങ്ങനെ ഉണ്ടോ നോക്കാം. ഇൻ ദ പ്രോബ്ലം ഡിസ്റ്റൻസ് ഫ്രം വെർട്ടിക്കലി ഓപ്പോസിറ്റ് പോയിന്റ് വെർ ഹി റീച്ചസ് ഈസ്. ഉണ്ടോ? ആൻസർ ഉണ്ടോ? യെസ്, ദാ 90 മീറ്റർ. ഓക്കെ, വീണ്ടും അതിലൊരു ക്വസ്റ്റനും കൂടെ. ഇൻ ദ പ്രോബ്ലം റിസൾട്ടൻറ്റ് വെലോസിറ്റി ഓഫ് ദ സ്വിമ്മർ ഈസ്. റിസൾട്ടൻറ്റ് വെലോസിറ്റി കാണാൻ എന്താ ചെയ്യാം? നമുക്ക് നേരത്തെ വരച്ച ഫിഗർ തന്നെ ഒന്നുകൂടെ വരയ്ക്കാം. ഇതാണ് വെലോസിറ്റി ഓഫ് മാൻ, ഇതാണ് വെലോസിറ്റി ഓഫ് റിവർ എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അയാൾ വന്ന് കയറിയത് സി എന്ന് പറഞ്ഞ പോയിന്റിലാണ്. എയിൽ നിന്ന് ബി എയിം ചെയ്തു, അയാൾ സിയിലെത്തി. അപ്പോൾ ഇതല്ലേ വി റിസൾട്ടൻറ്റ്? ഒന്നുമില്ല. നോക്കി, ഇവർ തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി അല്ലേ. വെലോസിറ്റി ഓഫ് മാൻ, വെലോസിറ്റി ഓഫ് റിവർ 90 ഡിഗ്രി. അപ്പോൾ വി റിസൾട്ടൻറ്റ് എന്തായിരിക്കും? വി റിസൾട്ടൻറ്റ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് മാൻ പ്ലസ് വെലോസിറ്റി ഓഫ് റിവർ. മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാലോ? വി റിസൾട്ടൻറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി എം സ്ക്വയർ പ്ലസ് വി ആർ സ്ക്വയർ. ലാസ്റ്റ് ടൈം വേണ്ട, കാരണം അവർ തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ വി റിസൾട്ടൻറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, കമോൺ, റൂട്ട് ഓഫ് എത്രയായിരുന്നു? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ആൻസർ 5. ഷോർട്ടസ്റ്റ് ടൈമുമായിട്ട് കണക്ഷനുള്ള പ്രോബ്ലംസ് അല്ലേ ഇപ്പോൾ ചെയ്തത്. ഇനി ഷോർട്ടസ്റ്റ് പാത്തിലോട്ട് വരാം. ഷോർട്ടസ്റ്റ് പാത്ത് നോക്കൂ. ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. എ റിവർ ഈസ് 120 മീറ്റർ വൈഡ് ആൻഡ് ഫ്ലോസ് അറ്റ് 3 മീറ്റർ പെർ സെക്കൻഡ്. നേരത്തെ പോലെ റിവറിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 120 മീറ്റർ ആണ്. 120 മീറ്റർ. ആൻഡ് ഫ്ലോസ് അറ്റ് എ സ്പീഡ് 3 മീറ്റർ പെർ സെക്കൻഡ്. എ പേഴ്സൺ സ്വിംസ് വിത്ത് എ വെലോസിറ്റി 5 ഇൻ സച്ച് എ വേ ദാറ്റ് he reaches the opposite bank by shortest path. Opposite bank by shortest path. അപ്പോൾ ഒരാൾ ഇവിടെ നിൽക്കുന്നു, അയാൾ എയിൽ നിന്ന് എവിടെ എത്തി? ബി. പക്ഷെ അയാൾ എയിം ചെയ്ത പോയിന്റ് വേറെ എവിടെയാണ് കേട്ടോ, സേ സി. അപ്പോൾ ഇതാണ് വെലോസിറ്റി ഓഫ് മാൻ, ഈ സൈഡാണ് വെലോസിറ്റി ഓഫ് റിവർ, ഇതാണ് റിസൾട്ടൻറ്റ്. എന്തുകൊണ്ടാണ് റിസൾട്ടൻ്റ് ആ ഡയറക്ഷൻ എടുത്തത്? കാരണം പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് അയാൾ എവിടെ വന്നു? ഓപ്പോസിറ്റ് ബാങ്കിലെത്തി ഇൻ ഷോർട്ടസ്റ്റ് പാത്ത്. ദ ഡയറക്ഷൻ ഇൻ വിച്ച് ഹീ സ്വിം മേക്സ് എൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഡയറക്ഷൻ ഓഫ് റിവർ വേർ തീറ്റ ഈസ്. നോക്കൂ, ഈ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്, തീറ്റ, അല്ലാതെ ഈ ആംഗിൾ അല്ല കേട്ടോ, ടോട്ടൽ ആംഗിളാണ്. അതായത് റിവർ ഫ്ലോയും വെലോസിറ്റി ഓഫ് മാൻ. കാരണം ഇത് റിവർ ഫ്ലോ ആണെങ്കിൽ പിന്നെ ഈ ഡയറക്ഷൻ ഇതും വെലോസിറ്റി ഓഫ് റിവർ തന്നെയല്ലേ. ഇപ്പോൾ വെലോസിറ്റി ഓഫ് റിവറും അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് മാൻ ഇവർ തമ്മിലുള്ള ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. ഷോർട്ട് കട്ട് പറഞ്ഞു തരട്ടെ. ഇറ്റ് ഈസ് എൻ ഒബ്റ്റ്യൂസ് ആംഗിൾ. ഓക്കെ, ഒബ്റ്റ്യൂസ് ആയിട്ട് ഒരേ ആംഗിൾ അല്ലേ ഉള്ളൂ അതിൽ. ഏതാ? 127. അപ്പോൾ ഇത് IIT ചോദിച്ചൊരു ക്വസ്റ്റനാണ്, പ്രീവിയസ്ലി ആസ്ക്ഡ് IIT ക്വസ്റ്റനാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗസ് ചെയ്യാം. ദ ഓൺലി ഓപ്ഷൻ വിത്ത് ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ഈസ് 127. സോ യുവർ ആൻസർ ഈസ് 127. എങ്ങനെ ചെയ്യേണ്ട അറിയോ? നമുക്ക് ഈ ആംഗിൾ ഉണ്ടല്ലോ, ഇതിനുള്ളിലുള്ള ഈ ആംഗിൾ നമുക്ക് വേറൊരു വാല്യൂ കൊടുക്കാം. സേ നമുക്ക് ആൽഫ എന്ന് കൊടുക്കാം, ആൽഫ. അപ്പോൾ ആ ട്രയാംഗിളിന് സൈൻ ആൽഫ ഈസ് നിങ്ങൾക്ക് കിട്ടും, സൈൻ ആൽഫ. സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എത്രയാ? ഓപ്പോസിറ്റ് സൈഡ് വി റിവർ, വെലോസിറ്റി ഓഫ് റിവർ 3 ബൈ വി റിസൾട്ടൻറ്റ്, സോറി, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് വി മാൻ എത്രയാ? 5. സോ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു 0.6 എന്ന് വരും. 3/5, 6/10, 0.6. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 0.6. ഇത് ചെയ്താൽ നിങ്ങൾക്ക് 37 ഡിഗ്രി എന്ന് കിട്ടും കേട്ടോ. അതെങ്ങനെ ഗസ് ചെയ്യാൻ അറിയോ? അത് സൈൻ 0.5 ആണെങ്കിൽ 30 ഡിഗ്രിയാണ്. സൈൻ തീറ്റ 1/2, തീറ്റ ഈസ് 30 ഡിഗ്രി. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് 0.6 നിയർലി 37 ഡിഗ്രിയാണ്. ഇനി ശരിയാവുമോ നോക്ക്. ഇവിടെ ആൽഫയാണോ നിങ്ങളോട് കാണാൻ പറഞ്ഞത്? അല്ല, നിങ്ങളോട് കാണാൻ പറഞ്ഞത് ടോട്ടൽ ആംഗിൾ ആയിട്ടുള്ള തീറ്റയല്ലേ. ടോട്ടൽ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു ഹിയർ 90 പ്ലസ് ആൽഫ. സോ തീറ്റ ഈസ് ഈക്വൽ ടു 90 പ്ലസ് ആൽഫയുടെ വാല്യൂ പറയൂ. ആൽഫയുടെ വാല്യൂ എത്രയാ?
37, 90 + 37, ദാറ്റ് ഈസ് ഈക്വൽ 127 ഡിഗ്രി. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡല്ലേ നല്ലത്, ഷോർട്ട് കട്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം വന്നാൽ നിങ്ങൾ ഈ ആംഗിൾ കാണണം. ഈ ആംഗിൾ ഞാൻ ഇവിടെ ആൽഫ എന്ന് മാർക്ക് ചെയ്തു, ആൽഫ കണ്ടു. ആൽഫ കണ്ടതിന് ശേഷം അതിൻ്റെ കൂടെ 90 ഡിഗ്രി കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് റിവർ ഫ്ലോയും വെലോസിറ്റി ഓഫ് മാനും തമ്മിലുള്ള ആംഗിൾ കിട്ടുന്നത്. ഇറ്റ് ഈസ് എൻ ഒബ്റ്റ്യൂസ് ആംഗിൾ. അഡീഷനും സബ്ട്രാക്ഷനും ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. ദെൻ മാക്സിമം നമ്പർ പ്രോബ്ലംസ് ചെയ്യുക. കുറച്ചുകൂടെ ടഫായ പ്രോബ്ലം ചാപ്റ്റർ അവസാനിക്കുമ്പോൾ വീണ്ടും ചെയ്യും കേട്ടോ. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷനിലേക്കാണ് പോകുന്നത്. ആക്ച്വലി മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനില്ല. മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് നമുക്ക് റൊട്ടേഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്ററിലും അതുപോലെ വർക്ക് എനർജി പവർ എന്നുള്ള ചാപ്റ്ററിലുമാണ് വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. എന്നാലും ഞാൻ നിങ്ങൾക്ക് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ ചാപ്റ്ററിൽ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് പ്രോഡക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ തന്നെ അങ്ങ് പഠിപ്പിക്കണം. ഓക്കെ, വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ. അല്ല, ഫസ്റ്റ് വൺ ഡോട്ട് പ്രൊഡക്റ്റ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു, വെക്ടറിനെ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? സ്കേലാറും കിട്ടാം, വെക്ടറും കിട്ടാം. സ്കേലാർ ആണെങ്കിൽ അതിനെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്നാണ് പറയുക. വെക്ടറാണ് കിട്ടുന്നതെങ്കിൽ നമ്മളതിനെ ക്രോസ് പ്രൊഡക്റ്റ് എന്നും പറയും. അപ്പോൾ 2 types of products are there, dot product and cross product. First we are going to discuss this dot product. Okay, നോക്കാം. ഞാൻ 2 വെക്ടറുകൾ എടുക്കുന്നു. വെക്ടർ നമ്പർ 1 വെക്ടർ എ, അതുപോലെ വെക്ടർ നമ്പർ 2 വെക്ടർ ബി. ഓക്കെ, ഈ 2 വെക്ടറുകൾ തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഇവരുടെ ഡയറക്ഷൻസ് തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. റിസൾട്ടൻ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്? റിസൾട്ടൻ്റ്, പ്രൊഡക്റ്റ് അല്ല. നിങ്ങൾ എന്താ ചെയ്യുക? ഇതിങ്ങനെ വരച്ചു, ഇതിങ്ങനെ വരച്ചു, എന്നിട്ട് നിങ്ങൾ ഇതാ ഇങ്ങനൊരു സാധനം കംപ്ലീറ്റ് ചെയ്തു. ഇതല്ലേ റിസൾട്ടൻ്റ്. റിസൾട്ടൻ്റ് ഈസ് ആൾസോ എ വെക്ടർ. സബ്ട്രാക്ട് ചെയ്യാൻ എന്താ ചെയ്യുക? എ അങ്ങനെ തന്നെ വരച്ചു, ബിയുടെ നെഗറ്റീവ് വെക്ടർ എടുത്തു, പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു, ഡയഗണൽ വരച്ചു. ഇതല്ലേ ഡിഫറൻസ്. ഡിഫറൻസ് ഈസ് ആൾസോ എ വെക്ടർ. ഇപ്പോൾ 2 വെക്ടറുകളുടെ സമ്മും വെക്ടറാണ്, ഡിഫറൻസും വെക്ടറാണ്. ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ? ഡോട്ട് പ്രൊഡക്റ്റ് ഓർ സ്കേലാർ പ്രൊഡക്റ്റ്. നോക്കാം. ചെയ്യേണ്ട പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ഇതാ എ എന്ന് പറഞ്ഞ വെക്ടർ ഞാൻ അങ്ങനെ തന്നെ വരയ്ക്കുന്നു. ഓക്കെ, ബി എന്ന് പറഞ്ഞ വെക്ടർ നോക്കൂ, ഇതാ ഇവിടേക്കാണ് ഡയറക്ഷൻ ബി. ബി മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് എക്സ് ആക്സിസ്, സോറി അലോങ് വിത്ത് എ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ബി എ ദാ ഇവിടേക്കും അതുപോലെ ഇവിടേക്കുമായിട്ട് റിസോൾവ് ചെയ്യാം. റിസോൾവിങ് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നതാണ്. ഓക്കെ, ഹിയർ യു റിസോൾവ് ബി into 2 components. What are they? One along the direction of A, other perpendicular to the direction of A. അതായത് ബി എന്ന് പറഞ്ഞ വെക്ടർ നമ്മൾ എയുടെ ഡയറക്ഷനിലേക്കും എയുടെ അതേ ഡയറക്ഷനിലേക്കും അതുപോലെ എക്ക് പെർപെൻഡിക്കുലറായും റിസോൾവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കമ്പോണൻ്റ് ആരായിരിക്കും? ദിസ് കമ്പോണൻ്റ് ഈസ് ബി കോസ് തീറ്റ, ദിസ് വൺ ഈസ് ബി സൈൻ തീറ്റ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് എക്സ് ആയും ഇത് വൈ ആയും എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ബി കോസ് തീറ്റ ഇൻറ്റു ഐ ക്യാപ്പ് എന്നും ഇവിടെ ബി സൈൻ തീറ്റ ഇൻറ്റു ജെ ക്യാപ്പ് എന്നും കൊടുക്കാം. പ്രൊവൈഡഡ് ഏത് എയുടെ ഡയറക്ഷൻ എവിടേക്കാണെങ്കിൽ എ എക്സ് ഡയറക്ഷനിലാണെങ്കിൽ ബി കോസ് തീറ്റേനെ നമ്മൾ ബി കോസ് തീറ്റ ഐ ക്യാപ്പ് എഴുതാൻ കാരണം വെക്ടർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഡയറക്ഷൻ പറയണം, അതുകൊണ്ടാണ്. ഇനി വാട്ട് ഈസ് ഡോട്ട് പ്രൊഡക്റ്റ് നോക്കിക്കോളൂ കേട്ടോ. വാട്ട് ഈസ് ഡോട്ട് പ്രൊഡക്റ്റ്? എ ഡോട്ട് ബി, എ ഡോട്ട് ബി, എ ഡോട്ട് ബി. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് component of B along A. Magnitude of component of B along A. അപ്പോൾ നോക്കൂ, A dot B is equal, നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. A dot B is equal to come on, magnitude of A എന്ന് പറയുമ്പോൾ സിംപ്ലി A എന്ന് മാത്രം എഴുതിയാൽ പോരെ. മോഡുലസ് സിമ്പിൾ മാറ്റുമ്പോൾ നമ്മൾ സിംപ്ലി എന്ന് എഴുതിയാൽ മതി. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എലോങ് എ ആരാ? നോക്കൂ, ഇതല്ലേ എയുടെ ഡയറക്ഷനിൽ വരുന്ന ബിയുടെ കമ്പോണൻറ്റ് ബി കോസ് തീറ്റ ഇൻറ്റു ഐ ക്യാപ്പ്.
പക്ഷേ എന്ത് മാത്രമേ ആവശ്യമുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രം. അതുകൊണ്ടാണ് ബി കോസ് തീറ്റ എന്ന് മാത്രം എഴുതിയാൽ മതി. എന്ത് വേണ്ട? ഐ ക്യാപ്പ് എഴുതേണ്ട കാര്യം ഐ ക്യാപ്പ് കൂടെ ഇട്ടാൽ അത് വെക്ടറായി. സോ സിംപ്ലി വാട്ട് ഈസ് എ ഡോട്ട് ബി? എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. ഓർമ്മിച്ച് വെച്ചോളൂ റിസൾട്ട്. ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ എന്താണ് ഡോട്ട് പ്രൊഡക്റ്റ്? എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. അപ്പോൾ എ ബി ആർ ടു വെക്ടേഴ്സ്. The angle between them is theta. Then their dot product is AB cos theta. A dot B equal to AB cos theta. ഇനി ഞാൻ ചോദിക്കാം, A is a vector, B is a vector. അതിൻ്റെ പ്രോഡക്റ്റ് ആണ് നമുക്ക് AB cos theta എന്ന് കിട്ടിയത്. കമോൺ പറയൂ, AB cos theta ഡയറക്ഷൻ എവിടേക്കായിരിക്കും? AB cos theta ഡയറക്ഷൻ എവിടേക്കാണെന്ന്, അതായത് ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഡയറക്ഷൻ എവിടേക്കാണെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഡയറക്ഷൻ എയുടെ ഡയറക്ഷൻ ആണോ അതോ ബിയുടെ ഡയറക്ഷൻ ആണോ, അത് രണ്ടിനും പെർപെൻഡിക്കുലർ ആണോ അതോ വേറെ വല്ല ഡയറക്ഷനും ആണോ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. കമോൺ ആൻസർ. എ ഇസ് എ വെക്ടർ, ബി ഇസ് എ വെക്ടർ, എ ബി കോസ് തീറ്റ ഇസ് എ സ്കേലാർ. മനസ്സിലായോ? അതായത് എ ബി കോസ് തീറ്റയ്ക്ക് ഡയറക്ഷൻ ഇല്ല. അതുകൊണ്ടാണല്ലോ എന്ത് പേര് വന്നത്? സ്കേലാർ പ്രോഡക്റ്റ് എന്ന് പേര് വന്നത്. ഓർമ്മിക്കുക, A dot B is a scalar, so no direction for A dot B or AB cos theta. ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ ഇപ്പം നമ്മൾ ചെയ്തത് എന്താ? എ ഡോട്ട് ബി കണ്ടു അല്ലേ? ഞാൻ ഇനി നിങ്ങൾക്ക് ബി ഡോട്ടെ കാണിച്ചു തരാം കേട്ടോ. ബി ഡോട്ടെ ഇതിപ്പോൾ നമ്മൾ കണ്ടത് എ ഡോട്ട് ബി ആണ്. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു അവർ റിസൾട്ട് ഈസ് എ ബി കോസ് തീറ്റ. magnitude of A into magnitude of B into angle, cosine angle between A and B. ഇനി ഞാനൊരു കാര്യം ചെയ്യാം, ബി ഡോട്ടെ കാണാം. ബി ഡോട്ടെ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബി എന്ന് പറഞ്ഞ വെക്ടർ എങ്ങനെ വരയ്ക്കണം? സെയിം ഡയറക്ഷനിൽ വരയ്ക്കണം. ബി അതുപോലെ വരയ്ക്കണം. ബി വരച്ചു. ദെൻ എയുടെ ഡയറക്ഷൻ ഇതാ ഇവിടേക്കാണ്. എ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എ എന്ന് പറഞ്ഞ വെക്ടറിനെ ഞാൻ ദാ ഇവിടേക്കും അതുപോലെ ഇവിടേക്കുമായി റിസോൾവ് ചെയ്തു. ഈ ആംഗിൾ തീറ്റയാണല്ലോ. അപ്പോൾ ഇത് എ ആണെങ്കിൽ ഇത് ആരായിരിക്കും? ഈ കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കേട്ടോ. ഇറ്റ് ഈസ് എ കോസ് തീറ്റ. ഡയറക്ഷൻ കിട്ടാൻ ശരിക്കും എ കോസ് തീറ്റ അതിൻ്റെ ബി ക്യാപ്പ് നേടണം. എന്തിനാണ് ബി ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഡയറക്ഷൻ കിട്ടാൻ. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എ കോസ് തീറ്റ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അതുപോലെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഈ കമ്പോണൻറ്റിൻ്റെ ദിസ് ഈസ് ബി, നോട്ട് ബി. നമ്മൾ എ അല്ലേ മുറിച്ചത്, അപ്പോൾ എ സൈൻ തീറ്റ. ഇവിടെ നമ്മൾ എ അതുപോലെ കീപ്പ് ചെയ്തു. ബി എന്ന് പറഞ്ഞ വെക്ടറിനെ എയുടെ ഡയറക്ഷനിലേക്കും അതുപോലെ തന്നെ എക്ക് പെർപെൻഡിക്കുലർ ആയിട്ടും റിസോൾവ് ചെയ്തു. ഇവിടെ നമ്മൾ ബി അതുപോലെ കീപ്പ് ചെയ്തു. എ എന്ന് പറഞ്ഞ വെക്ടറിനെ ബിയുടെ ഡയറക്ഷനിലേക്കും ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടും റിസോൾവ് ചെയ്തു. ബിക്ക് പെർപെൻഡിക്കുലർ കേട്ടോ, ഈ ആംഗിൾ 90 ഡിഗ്രി ആണേ. അപ്പോൾ ബി ഡോട്ട് എ ഈസ് നമുക്ക് എന്ത് കിട്ടും? ബി ഡോട്ട് എ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു എ കോസ് തീറ്റ. നേരത്തെ അതേ ഡെഫിനിഷൻ, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി കമ്പോണന്റ് ഓഫ് എ എലോങ് ബി. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ബി എ കോസ് തീറ്റ എന്ന് കിട്ടി. ബി എ കോസ് തീറ്റ. അതിനപ്പോൾ നമുക്ക് എ ബി കോസ് തീറ്റ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബി ഡോട്ട് എ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതും എ ബി കോസ് തീറ്റയാണ്. എ ഡോട്ട് ബി എന്തായിരുന്നു? അതും എ ബി കോസ് തീറ്റയാണ്. മാഗ്നിറ്റ്യൂഡ് രണ്ടും സെയിമാണ്. എ ഡോട്ട് ബിയുടെ മാഗ്നിറ്റ്യൂഡും ബി ഡോട്ട് എയുടെ മാഗ്നിറ്റ്യൂഡും സെയിമാണ്. പിന്നെ ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ്. കാരണം നിങ്ങൾക്കറിയാം ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഡയറക്ഷൻ ഇല്ല. അങ്ങനെ നമുക്കൊരു കാര്യം പറയാം, എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ. സി, എ ഡോട്ട് ബി ഈക്വൽ ടു എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ. അതായത് നമ്മളുടെ സ്കേലാർ പ്രോഡക്റ്റ് എന്ത് ഒബേ ചെയ്യുന്നു? കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്യുന്നു. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ. അപ്പോൾ നിങ്ങൾക്കൊരു കോമൺ ഡൗട്ട് വരെ, എന്തിനാണ് ഈ ഡോട്ട് പ്രൊഡക്റ്റ്?
ഡോട്ട് പ്രൊഡക്റ്റ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ കാണാനാണ് മാത്തമാറ്റിക്കൽ പ്രൊസീജിയർ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. പല ആപ്ലിക്കേഷനും ഉണ്ട്, പക്ഷേ മെയിൻലി നമ്മൾ +2 പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മെയിൻലി ഡോട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, നൗ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് യൂണിറ്റ് വെക്ടേഴ്സ്. നമ്മുടെ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എക്സ് ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ ആരാ? എക്സ് ആക്സിസ് യൂണിറ്റ് വെക്ടർ ഈസ് ഐ ക്യാപ്പ്. വൈ ആക്സിസിൽ വരുന്ന യൂണിറ്റ് വെക്ടർ ആരാ? ജെ ക്യാപ്പ്. സെഡ് ആക്സിസിൽ വരുന്ന യൂണിറ്റ് വെക്ടർ ആരാ? കെ ക്യാപ്പ്. ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ ഡോട്ട് ഐ. നിങ്ങൾ പറയും ഐ ഡോട്ട് ഐയുടെ വാല്യൂ എന്തായിരിക്കും? ഐ ഡോട്ട് ഐ ഡോട്ട് പ്രൊഡക്റ്റ് ബിറ്റ്വീൻ ഐ ക്യാപ്പ് ആൻഡ് ഐ ക്യാപ്പ്. അപ്പം നമുക്ക് അറിയുന്ന കാര്യം എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ എന്നല്ലേ ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ ഇവിടെ എക്ക് പകരം ഐ ക്യാപ്പ് ആണ്, ബിക്ക് പകരം ഐ ക്യാപ്പ് ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ക്യാപ്പ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ക്യാപ്പ് അഗെയിൻ ഇൻറ്റു കോസ് 0. എന്തുകൊണ്ടാണ് കോസ് 0? ഐ ക്യാപ്പും തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി അല്ലേ, കാരണം ഐയും ഐ ഒരേ ഡയറക്ഷൻ അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു? ഐ ഡോട്ട് ഐ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1. എന്തുകൊണ്ടാണ് ഐ ക്യാപ്പ് 1 ആയത്? ഐ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് 1. എഗെയിൻ ഐ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1. എന്തുകൊണ്ടാണ് ഇത് 1 ആയത്? ആംഗിൾ ബിറ്റ്വീൻ ഐ ക്യാപ്പ് ആൻഡ് ഐ ക്യാപ്പ് ഈസ് 0 ഡിഗ്രി, കോസ് 0 ഈസ് 1. സോ ഓർമ്മിച്ച് വെച്ചോളൂ, ഐ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ് ഈസ് 1. ഐ ഡോട്ട് ഐ ഈസ് 1. ഐ ഡോട്ട് ഐ ഈസ് 1. ഓക്കെ, അപ്പം സിമിലർലി വാട്ട് ഈസ് ജെ ഡോട്ട് ജെ? ജെ ഡോട്ട് ജെ ഈസ് ആൾസോ 1. കെ ഡോട്ട് കെ ഈസ് ആൾസോ 1. ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഐ ഡോട്ട് ഐ 1 ആണ്, ജെ ഡോട്ട് ജെ 1 ആണ്, കെ ഡോട്ട് കെ 1 ആണ്. ഓർമ്മിച്ചോളൂ, രണ്ട് വെക്ടറുകൾ ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ, യൂണിറ്റ് വെക്ടറുകൾ ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? 1. ദെൻ നമുക്കിനി ഒരു കാര്യം ചെയ്യാം. എന്ത് കണ്ടുപിടിക്കാം? ഇതോടെ നിൽക്കട്ടെ കേട്ടോ. നമുക്ക് ഐ ഡോട്ട് ജെ കാണാം. ഐ ഡോട്ട് ജെ നിങ്ങൾ പറയും ഐ ഡോട്ട് ജെ എന്തായിരിക്കും? ഐ ഡോട്ട് ജെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ക്യാപ്പ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ജെ ക്യാപ്പ് ഇൻറ്റു കോസ് 90. എന്തുകൊണ്ടാണ് കോസ് 90? നോക്കൂ, ഐ ഡോട്ട് ജെ. അപ്പോൾ ഐയും ജെയും തമ്മിലുള്ള ആംഗിളാണ് വേണ്ടത്. അപ്പോൾ ഐ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ജെ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് 90 വരാനുള്ള കാരണം നോക്കൂ, ഐ ക്യാപ്പും ജെ ക്യാപ്പും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി അല്ലേ. ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്നല്ലേ പേര് തന്നെ. അപ്പോൾ എന്തുണ്ടാവും? ഐ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 0. കാരണം കോസ് 90 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിസൾട്ട് വരുന്നു ഐ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു 0. ഐ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു 0. ഐ ഡോട്ട് ജെ ഈസ് ഈക്വൽ 0. അപ്പം ഞാൻ ചോദിക്കാം നിങ്ങളോട്, ജെ ഡോട്ട് കെ എന്തായിരിക്കും? ജെ ഡോട്ട് കെ അതും 0 ആയിരിക്കും. കെ ഡോട്ട് ഐ എന്തായിരിക്കും? കെ ഡോട്ട് ഐ അതും 0 ആയിരിക്കും. എന്താ കാരണം? ആംഗിൾ ബിറ്റ്വീൻ ജെ ആൻഡ് കെ ഈസ് 90 ഡിഗ്രി, ആംഗിൾ ബിറ്റ്വീൻ കെ ആൻഡ് ഐ ഈസ് 90 ഡിഗ്രി. അപ്പോൾ ഞാൻ നിങ്ങളോട് ഓർമ്മിച്ച് വെക്കാൻ പറയുന്നു, ഐ ഡോട്ട് ഐ 1, ജെ ഡോട്ട് ജെ 1, കെ ഡോട്ട് കെ 1. ഐ ഡോട്ട് ജെ 0, ജെ ഡോട്ട് കെ 0, കെ ഡോട്ട് ഐ 0. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഇതൊക്കെ. ഓക്കെ, രണ്ട് വെക്ടറുകൾ നോക്കൂ. ഇതാ എ എന്ന് പറഞ്ഞ വെക്ടർ, ബി എന്ന് പറഞ്ഞ വെക്ടർ, രണ്ട് വെക്ടറാണ് കേട്ടോ. വെക്ടർ എ ഈസ് ഈക്വൽ ടു, ഞാൻ കമ്പോണൻറ്റ് ഫോമിൽ എഴുതാം, എ എക്സ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ജെ ക്യാപ്പ് പ്ലസ് എ സെഡ് കെ ക്യാപ്പ് ആണല്ലോ. വേറൊരു വെക്ടർ എടുത്തു, ബി ഈസ് ഈക്വൽ ടു ബി എക്സ് ഐ ക്യാപ്പ് പ്ലസ് ബി വൈ ജെ ക്യാപ്പ് പ്ലസ് ബി സെഡ് കെ ക്യാപ്പ്. ഓക്കെ, നമുക്ക് വേണ്ടത് എ ഡോട്ട് ബി കാണണം. എ ഡോട്ട് ബി, എ ഡോട്ട് ബി നിങ്ങൾ പറയൂ. എ ഡോട്ട് ബി, എ എക്സ് ഐ ക്യാപ്പ് ഡോട്ട് ബി എക്സ് ഐ ക്യാപ്പ്, എ എക്സ് ബി എക്സ്, ഐ ഡോട്ട് ഐ 1. അത് കഴിഞ്ഞു.
ഇനി എ എക്സ് ബി വൈ, എ എക്സ് ബി വൈ ഇൻറ്റു ഐ ഡോട്ട് ജെ 0 ആണ്, അപ്പോൾ ആ ടേം ഇല്ല. എ എക്സ് ഐ ക്യാപ് ഡോട്ട് ബി കെ ക്യാപ്, എ എക്സ് ഇൻറ്റു ബി സെഡ്, ഓക്കെ, പക്ഷേ ഐ ഡോട്ട് കെ എന്തായിരിക്കും 0 ആണ്, അപ്പോൾ ആ ടേം 0 ആയിപ്പോയി. പ്ലസ് ഇനി അടുത്തെടുക്കുക എ വൈ ഇൻറ്റു ബി എക്സ്, പക്ഷേ ജെ ഡോട്ട് ഐ 0 ആണ്, അപ്പോൾ വീണ്ടും 0 വന്നു. എ വൈ ഇൻറ്റു ബി വൈ, എ വൈ ബി വൈ, ശരിയാ, എ വൈ ബി വൈ ഇൻറ്റു ജെ ഡോട്ട് ജെ 1, ഇതാ 1 പ്ലസ് ഇനി എ വൈ ബി സെഡ്, പക്ഷേ ജെ ഡോട്ട് കെ 0 ആണ്, ആ ടേം പോയി. എ സെഡ് ഇൻറ്റു ബി എക്സ്, പക്ഷേ കെ ഡോട്ട് ഐ 0 ആണ്, അതും പോയി. എ സെഡ് ബി വൈ, അതും 0 ആയി പോകും, കാരണം അവിടെ എന്ത് വരുന്നു, കെ ഡോട്ട് ജെ വരുന്നു. ലാസ്റ്റ് ടേം എക്സസ് ടീം എ സെഡ് ഇൻറ്റു ബി സെഡ്, എ സെഡ് ബി സെഡ്, പിന്നെ കെ ഡോട്ട് കെ ആണ് വരുന്നത്, അതെന്താണ് നിങ്ങൾക്ക് അറിയാം, 1 ആണ്. അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്താണല്ലോ, ഹിയർ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു, എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 3 ടേമുകളല്ലേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ സെഡ് ബി സെഡ്. ഓക്കെ, ഇത് ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഡോട്ട് പ്രൊഡക്റ്റ് നിങ്ങൾ നന്നായിട്ട് നോക്കണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ പ്രോബ്ലംസ് വെച്ചിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തിനാ, മെയിൻലി 2 വെക്ടറുകൾ തമ്മിലുള്ള പ്രോഡക്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ്. അങ്ങനെ വരുമ്പോൾ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താ, നമുക്ക് 2 വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ കാണാനുള്ള ഒരു മാത്തമാറ്റിക്കൽ പ്രൊസീജിയർ കൂടിയാണ് ഡോട്ട് പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വായിക്കുക. ഇത് NCERT ബുക്കിലില്ല, നിങ്ങൾ ഏതെങ്കിലും എൻട്രൻസ് ഓറിയൻറ്റഡ് ബുക്കുകൾ റെഫർ ചെയ്യണം, അതിനകത്ത് കാണാൻ പറ്റും. അത് നന്നായിട്ട് വായിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.